ഹായ് എവ്രി വൺ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിരപ്പിള്ളി ആൻഡ് വാഴച്ചാൽ വാട്ടർഫോൾസിലേക്കാണ്. കൊച്ചിയിലേക്ക് ഷിഫ്റ്റായ ശേഷം പോകണമെന്ന് വിചാരിച്ച എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു പ്ലേസ് ആണ് അതിരപ്പിള്ളി വാട്ടർഫോൾസ്. സോ ജോയിൻ മീ ഓൺ ദിസ് ജേർണി ടു അതിരപ്പിള്ളി. ആൻഡ് നമ്മുടെ സ്പോട്ട് എത്തി. അതിരപ്പള്ളി എത്തുമ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണും. അവിടെ നിർത്തി ടിക്കറ്റ് എടുക്കാം. പെർ ഹെഡ് 50 റുപ്പീസ് ആണ്. ഇതിൽ വാഴച്ചാൽ വാട്ടർഫോൾസിലേക്കുള്ള എൻട്രി കൂടി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പാർക്കിങ്ങിന് 4 വീലേഴ്സിന് എക്സ്ട്രാ 30 റുപ്പീസും കൂടി ഉണ്ടാവും. ഈ ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 200 മീറ്റേഴ്സ് അപ്പുറത്താണ് വാട്ടർഫോളിൻ്റെ എൻട്രി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിംഗ് സ്പേസ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രാവിലെ കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. 8 മണി തൊട്ട് നമുക്കിവിടെ എൻട്രി ഉണ്ട്. ഓൾസോ ഇവിടെ ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിരപ്പള്ളി വാട്ടർഫോൾസിന് 2 വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഒന്ന് മേലെ നിന്ന്, അതായത് വാട്ടർഫോൾ തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന്, മറ്റേത് താഴെ നിന്ന്. രണ്ടും 2 എക്സ്പീരിയൻസ് ആണ്. സോ രണ്ടും മിസ് ചെയ്യരുത്. കേരളത്തിലായിട്ട് പോലും ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ദിസ് ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ, ദി നയാഗ്ര ഓഫ് സൗത്ത് ഇന്ത്യ. കേരളത്തിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് വാട്ടർഫോളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വാട്ട് എ ലവ്ലി വ്യൂ. മീൻവൈൽ മറ്റൊരു കാര്യം കൂടി, എൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വാട്ടർഫോളിന് വേറൊരു വ്യൂ പോയിന്റും കൂടിയുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോയി നോക്കാം. കല്ല് കെട്ടി ഉണ്ടാക്കിയ വഴിയാണിത്. സോ നടക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ആൻഡ് ദിസ് ഇസ് എ വ്യൂ ഫ്രം ദി ബോട്ടം. ഈ വാട്ടർഫോൾ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവൻ ദോ ഇറ്റ് ഇസ് എ പ്രിറ്റി ഹ്യൂജ് വാട്ടർഫോൾ, അത്ര സ്കാരി ആയിട്ട് ഫീൽ ചെയ്യുന്നേ ഇല്ല. മേ ബി അധികം മഴയൊന്നും ഇല്ലാത്ത ടൈമിൽ പോയതുകൊണ്ടായിരിക്കും. ഇറ്റ് വാസ് സച്ച് എ ലവ്ലി എക്സ്പീരിയൻസ്. രാവിലെ വന്നതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ പീസ്ഫുള്ളായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും വീഡിയോസൊക്കെ എടുക്കാനും പറ്റി. സോ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വാഴച്ചാൽ വാട്ടർഫോൾസ്. അതിരപ്പള്ളിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അതിരപ്പള്ളിക്കും വാഴച്ചാലിനും കൂടി ഒരൊറ്റ ടിക്കറ്റാണ്. അതിരപ്പള്ളിനെ കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു രീതിയിലുള്ള ഒരു വാട്ടർഫോൾ ആണ് ഇവിടെ. ഹൈറ്റിൽ നിന്നുള്ളതല്ല, ചെരിഞ്ഞുള്ളൊരു ടൈപ്പ് വാട്ടർഫോൾ ആണ് ഇവിടെ. പിന്നെ ഇവിടെ ഒരു പാർക്ക് പോലെയാണ് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാഴച്ചാൽ വാട്ടർഫോൾസിൽ ഒരുപാട് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നമുക്കിങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ എന്താ പറയാ, ഇതൊക്കെ ഇങ്ങനെ വാട്ടർഫോൾസ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. അതിരപ്പള്ളി വാട്ടർഫോൾസിൽ വന്നാൽ ഈ വാഴച്ചാൽ വാട്ടർഫോൾസും കൂടി അതിൽ ആഡ് ചെയ്യുന്നത് അടിപൊളി പ്ലാൻ ആയിരിക്കും. കാര്യം ഇവിടെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നല്ല വാക്ക് വേ ഒക്കെ ആയി കണ്ടോ, ഇങ്ങനെ നടന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് നടന്ന് കാണാൻ പറ്റും. താഴെ നിന്ന് നമ്മൾ മേലേക്ക് വരുന്തോറുമാണ് കുറെ നല്ല വ്യൂസ് കിട്ടുന്നത്, കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടോ, എന്ത് രസം കാണാൻ വേണ്ടിയിട്ട്. നമ്മളിത് എത്തുന്ന സമയത്ത് അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് നമ്മൾ ഈ വാക്ക് വേയിൽ ഇങ്ങനെ നടന്ന് ഇതിന്റെ എൻഡ് എത്തുന്നത് റോഡിലേക്ക് തന്നെയാണ്. അപ്പൊ അവിടെ ഇരിക്കാണ്ട് ഒന്ന് ജസ്റ്റ് നടന്നാൽ ഈ റൗണ്ട് മൊത്തം നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ അതിരപ്പള്ളി ആൻഡ് വാഴച്ചാൽ വാട്ടർഫോൾസ് ജേർണി. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓൾസോ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യൂ. ഇറ്റ് റിയലി ഹെൽപ്സ് മീ ടു ഇംപ്രൂവ് മൈ കണ്ടന്റ്. So that's all for today, and thank you so much for watching this video.